ഏറ്റവും സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നും പ്രതി എങ്ങനെ പുറത്തു വന്നു എന്നത് അന്വേഷിക്കണമെന്ന് റിട്ടയർഡ് എസ് പി സുഭാഷ് ബാബു പറഞ്ഞു. ഒന്നിൽ കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിരിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ക്രൂരമായിട്ട് ഒരു കുട്ടിയെ ട്രെയിനിൽ നിന്ന് ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം ശിക്ഷിക്കപ്പെടുകയും അത് സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ കിട്ടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അംഗവൈകല്യമുള്ള വ്യക്തിയാണ്. എന്നിരുന്നിട്ടും അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ള അന്ന് തന്നെ അത്ഭുതകരമായ സംഗതിയാണ്. ഭയാശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സംവിധാനത്തിന്റെ പരാജയമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷയുള്ള ജയിലാണ്. അവിടെ നിന്ന് വളരെ ഉയരമുള്ള മതിലുകളും അതിനുള്ളിൽ ഇലക്ട്രിഫൈഡ് കമ്പിവേലിയും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ ഇത് ഈ മനുഷ്യന് ഈ കൈയില്ലാത്ത ഒറ്റ കൈയുള്ള ഈ മനുഷ്യൻ എങ്ങനെ അതിന്റെ മുകളിൽ കയറി ഇത് ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും ബന്ധിച്ചു കൊടുക്കാതെ ഈ വ്യക്തിക്ക് അവിടം വരെ കയറി കഴിഞ്ഞാൽ പിന്നെയും ഇറങ്ങാനല്ലേ കയറാൻ നോക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ കയറാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ കയറി ഇത് ബന്ധിക്കാൻ സാധിച്ചു എന്നല്ല, അല്ലാണ്ട് മുകളിലോട്ട് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ മുകളിലോട്ട് കയറി അദ്ദേഹത്തിന് അത് ബന്ധിക്കാൻ സാധിച്ചെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പിന്നെ താഴോട്ട് ഇറങ്ങാൻ ഇത് തന്നെ ഉപയോഗിച്ച് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടാവാം. എന്തായാലും ശരി, രാത്രി 1:30 മണിക്കാണ് സെല്ലില് കയറി അദ്ദേഹത്തിനെ അടയ്ക്കപ്പെട്ടു എന്നൊക്കെയാ പറയുന്നത്. അത് നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്ന് സംശയമുണ്ട്. കാരണം പോലീസിനെ സംബന്ധിച്ചുള്ള ഈ അന്വേഷണം വളരെ ദുഷ്കരമായിരിക്കും. അത് എത്രയും പെട്ടെന്ന് അവർക്ക് പോലീസിന് ഇത് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചാനലുകളും ഇപ്പം അദ്ദേഹത്തിന്റെ വിവിധ സമയത്തുള്ള ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ച് സ്ഥിരമായിട്ട് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മലയാളികളായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് കാണാൻ സാധ്യതയുള്ള എല്ലാവർക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും അദ്ദേഹത്തിനെ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിടിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും വീഴ്ചകൾ പോലീസ് CCTV ദൃശ്യങ്ങളും മറ്റുദ്യോഗസ്ഥരെയും വാസികളെയൊക്കെ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പുറത്ത് അതും ഇതിന് സമാന്തരമായി നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. സുരക്ഷിതത്വത്തിന് ഇനി ആരുണ്ട് നമ്മളിൽ സുരക്ഷിതത്വ വീഴ്ചയല്ലേ മൊത്തത്തുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും സുരക്ഷിതമായിട്ടെന്നുള്ള ഭയാശങ്കകൾ ജനങ്ങളെ മതിക്കുന്നുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. എന്തായാലും ഇത് അതീവ